എറണാകുളത്ത് മദ്യലഹരിയിൽ പിതാവിനെ മകൻ ചവിട്ടിക്കൊന്നു. പെരുമ്പാവൂർ തെക്കുതല വീട്ടിൽ ജോണിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ മെൽജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈഎസ് അഭിനന്ദ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകളാണല്ലോ വരുന്നത്, പറയൂ. SKN ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഈ ഉടൻ തന്നെ മെൽജോ അയൽക്കാരായിട്ടുള്ള ബന്ധുക്കളെ ഈ വിവരം അറിയിക്കുന്നു. തൻ്റെ അച്ഛൻ ഇത്തരത്തിലേക്ക് ബോധം കെട്ട് കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നായിരുന്നു ഈ ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ബന്ധുക്കൾ അങ്ങനെ കൃത്യമായി തന്നെ സഹോദരി വിവരം അറിയിച്ചു. സഹോദരി എത്തിയപ്പോഴാണ് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ 2 വാരിയലുകൾ ഒടിഞ്ഞതായി ഡോക്ടേഴ്സ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പെരുമ്പാവൂർ പോലീസിൽ ഇക്കാര്യം അറിയിക്കുന്നു. പെരുമ്പാവൂർ പോലീസ് സംശയം തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലേക്ക് മെൽജോയെ ചോദ്യം ചെയ്ത് മെൽജോ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. താൻ വാരിയലിൽ ചവിട്ടുകയായിരുന്നു, 2 ചവിട്ടി. അങ്ങനെയാണ് പിന്നീട് ബോധക്ഷയമായി പിതാവ് മാറുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. ഇദ്ദേഹം മദ്യലഹരിയിലാണ് ഇത്തരത്തിലേക്ക് പിതാവിനെ ചവിട്ടിയതായി ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാൾ നേരത്തെയും മദ്യലഹരിയിൽ വീട്ടിൽ ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മൂവാറ്റുപുഴ കോടതിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം തുടർച്ചയായി ഇത്തരത്തിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഉള്ള ആളാണെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു വൈഎസ് അഭിനന്ദ്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. മദ്യത്തിൻ്റെ ലഹരിയെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് പിതാവാണെന്നുള്ള കാര്യം മറന്ന് അദ്ദേഹത്തിൻ്റെ വാരിയിൽ ചവിട്ടി കുടിക്കുക, അദ്ദേഹത്തെ മരണത്തിലേക്ക് പറഞ്ഞയക്കുക. കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയെ കൊലപ്പെടുത്തുന്ന മകൻ, അച്ഛനെ കൊലപ്പെടുത്താൻ തയ്യാറാകുന്ന മകൻ, ഇതൊക്കെ തന്നെ കേരളത്തിൽ അപൂർവമായ കാഴ്ചയല്ലാതായിരിക്കുന്നു.